കിടന്നുറങ്ങാണ് തോന്നും. മൈൻഡ് ചെയ്യണ്ട. എന്തൊക്കെയുണ്ട് ഫാത്തിമ വിശേഷം? സുഖം തന്നെയല്ലേ? മാഡം, മാഡത്തിന്റെ ചാവി ഒന്ന് തരുമോ? എനിക്കൊരു സ്ഥലം വരെ പോവാനായിരുന്നു. ഇല്ല ഫാത്തിമ, വണ്ടിക്ക് കുറച്ച് പണിയുണ്ട്, അതുകൊണ്ട് തരാൻ പറ്റൂല. മാഡം ശരി എന്നാല്. സെറീൻ എന്താ മാഡം? മാഡത്തിന് ബുദ്ധിമുട്ടില്ലെങ്കിൽ മാഡത്തിന്റെ ചാവി ഒന്ന് തരുമോ വണ്ടീനെ? എനിക്ക് അത്യാവശ്യം വരെ ഒരു സ്ഥലം വരെ പോകാണ്ടായിരുന്നു മാഡം. വണ്ടിയോ? എന്താ ആവശ്യമുണ്ടോ? എന്നാ എടുത്തോ. എവിടെ വെച്ചാ പോയിക്കുന്നാ? താങ്ക് യു മാഡം. അല്ല മാഡം, രണ്ടാളും മാഡത്തിന്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരല്ലേ? പക്ഷെ മാഡം അതിൽ ഒരാൾക്ക് മാത്രം എന്താ കാർ കൊടുത്തേ, മറ്റാൾക്ക് കൊടുക്കാതെ? രണ്ടാള് വണ്ടി ഒഴിച്ചു വന്ന്, അതിൽ ഞാൻ ഒരാൾക്ക് കൊടുത്ത് ഒരാൾക്ക് കൊടുത്തില്ല. ഒരാൾക്ക് കൊടുക്കാതിരിക്കാനുള്ള കാരണം എന്താന്ന് ഞാൻ കാണിച്ചു തരാം. അങ്ങോട്ട് വാ. ഫാത്തിമ വരുന്നുണ്ട്, തലവേദന ഉള്ള മാതിരിയാക്ക. മാഡത്തിന്റെ വണ്ടിയാണല്ലോ. കിടന്നുറങ്ങാണ് തോന്നും. മൈൻഡ് ചെയ്യണ്ട. മാഡത്തിന്റെ വണ്ടിയാണല്ലോ. മാഡം ഉണ്ടല്ലോ അകത്ത്. സെറീന വരുന്നുണ്ട് കേട്ടോ. എന്ത് പറ്റി മാഡം? എന്തേ വയ്യായി ഉണ്ടോ മാഡം? ഹോസ്പിറ്റലിൽ പോണോ മാഡം? പറഞ്ഞോളൂ മാഡം, ഹോസ്പിറ്റലിൽ പോവാം മാഡം നമുക്ക്. ശരി. ഇല്ല, തലവേദന ഇന്നലെ രാത്രി ഉറങ്ങായിട്ടാ. ഡോക്ടറെ അടുത്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല, അത് കുറച്ച് കഴിഞ്ഞാൽ ശരിയായിക്കോളൂ. നീ പോയിട്ട് നിന്റെ ജോലി നോക്കിക്കോ, അത് കുഴപ്പമില്ല കേട്ടോ. ഓക്കെ മാഡം, ശരി. എന്നാല് ശ്രദ്ധിക്കണം മാഡം. നിന്റെ അത്യാവശ്യം ഉണ്ടെന്നെ വിളിച്ചാൽ മതി മാഡം. ഓക്കെ. അത് ശരി, മാഡം ചെയ്തത് തന്നെയാണ് ശരി. ഇപ്പൊ രണ്ടാള് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഒരാള് ആവശ്യങ്ങളുള്ള സമയത്ത് മാത്രം നമ്മളെ സമീപിച്ചു, മറ്റൊരാള് നമുക്ക് എന്തൊരു ബുദ്ധിമുട്ട് ഉണ്ടാവുമ്പോഴും നമ്മളെ വന്ന് സമീപിച്ചു. അപ്പൊ നമ്മൾ എപ്പോഴും എന്താവണം? എപ്പോഴും നല്ല ഹൃദയമുള്ളവരായിരിക്കണം. അപ്പൊ അല്ലാഹു തആല നമുക്ക് സന്മനസ്സുള്ള എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കാനുള്ള മനസ്സിനെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്.